ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും സേഫാണെന്ന് വിചാരിക്കട്ടെ. അപ്പോൾ ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി ചിക്കൻ റോളിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഈ വെറൈറ്റി എന്താണെന്നല്ലേ, കപ്പ കൊണ്ടാണ് നമ്മളിന്നിവിടെ ചിക്കൻ റോൾ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനിവിടെ 2 മീഡിയം സൈസ് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, കറിവേപ്പില ചെറുതായി അരിഞ്ഞത്, 4 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി ചെറുതായി അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ, മല്ലിയില ചെറുതായി അരിഞ്ഞത്. പിന്നെ ഞാൻ ചിക്കന് മുളക് പൊടിയും ഉപ്പും ഇട്ട് വറുത്ത് വെച്ചതാണ്. ഇതൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വേവിച്ചെടുത്താലും മതി, ഞാനിവിടെ പൊരിച്ചെടുത്തതാണ്. ഇത് കപ്പ മഞ്ഞളും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. ബ്രെഡ് ക്രംസ് ഒരു 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടി. ഇനി ഞാൻ ഒരു പാനിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ഉള്ളി അരിഞ്ഞു വെച്ചത് ചേർക്കുകയാണ്. ജസ്റ്റ് ഒന്ന് വഴന്നാൽ മതി, നന്നായി വഴന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയും ചെറുതായി അരിഞ്ഞു വെച്ചത് ചേർക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. പച്ചമുളക് ചെറുതായി അരിഞ്ഞത് കൂടി ചേർക്കുകയാണ്. കറിവേപ്പില, മല്ലിയില ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടി ചേർക്കുകയാണ്. ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർക്കുകയാണ്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ ഞാനിതിലേക്ക് ഉപ്പൊന്നും ചേർക്കുന്നില്ല. നമ്മൾ കപ്പ വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഉപ്പ് കുറവുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിട്ടുള്ള കപ്പ നമുക്കൊന്ന് ഉടച്ചെടുക്കാം. ഇതുപോലെയാണ് ഞാൻ ഉടച്ചെടുക്കുന്നത്. ഇനി നമുക്ക് ഈ ഉടച്ചെടുത്തിട്ടുള്ള കപ്പ നമ്മുടെ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി ഇളക്കി കൊടുത്ത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മസാല എടുത്തിട്ട് റോൾ ചെയ്തെടുക്കാം. ഇതുപോലെ റോൾ ചെയ്തെടുക്കണം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള മാവ് കൂടി ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ മസാലകൾ മുഴുവൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള 3 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒരു മാവ് പരുവത്തിലാക്കി എടുക്കണം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ നമ്മളിതാക്കി എടുക്കണം. ഇനി നമ്മൾ ബ്രെഡ് ക്രംസ് ഒരു പാത്രത്തിലോട്ട് എടുക്കുകയാണ്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള റോളുകൾ ഓരോന്നും ഈ മൈദയുടെ മാവിൽ മുക്കി ബ്രെഡ് ക്രംസിൽ റോൾ ചെയ്തെടുക്കുകയാണ് നമ്മളിനി ചെയ്യുന്നത്. ഇതുപോലെ ഫുൾ കവർ ചെയ്തെടുക്കുക. എല്ലാ ഭാഗത്തും ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് നമ്മൾ കട്ലറ്റിനൊക്കെ റോൾ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കണം. അങ്ങനെ നമുക്ക് ബാക്കിയുള്ള റോള് കൂടെ ചെയ്തെടുക്കാം.
അങ്ങനെ നമ്മുടെ എല്ലാ റോളുകളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അതിനായിട്ട് ഞാനൊരു കടായി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓരോ റോളുകളായിട്ട് വെച്ച് കൊടുക്കാം. നമ്മൾ പതുക്കെ വേണം ഇത് മറിച്ചിട്ട് കൊടുക്കാൻ. ജസ്റ്റ് ഒന്ന് ആയതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഉടയാൻ സാധ്യതയുണ്ട്. അങ്ങനെ നമ്മുടെ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ഇനി എടുത്ത് മാറ്റാം. നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല ടേസ്റ്റിയാണ്. അങ്ങനെ നമ്മുടെ കപ്പ ചിക്കൻ റോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ് കേട്ടോ, നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നമ്മൾ നോമ്പ് തുറക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ കപ്പ പുഴുങ്ങിയത്, കപ്പ ബിരിയാണി, ഇതിലൊക്കെ വെറൈറ്റി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. ഇനി നിങ്ങൾക്ക് കൂടുതൽ മസാലകൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. കൂടി ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിൽ ഓൾ എന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ എൻ്റെ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ താങ്ക് യു.